പിന്നെ ഞാൻ ചിലപ്പോ ബാംഗ്ലൂർ പോട്ടോ. ആ ഞാന് 7:30 ട്രെയിൻ ഉണ്ട്. ഞാനും മിന്നാജും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഫോർ യു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി, നമ്മൾ ചെറിയ തിരക്കിലായിരുന്നു. ഇപ്പൊ നമ്മളുള്ളത് ബാംഗ്ലൂര്, എന്താണ് മെട്രോ സ്റ്റേഷന്റെ പേര്? വിദ്യാനഗർ എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷന് ഇവിടെയാണുള്ളത്, മെട്രോ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ എത്തി എന്നുള്ള സംഭവാധികതമായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേന് നമ്മൾ പോയി നമ്മളെ റൂം തപ്പട്ടെ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ വേഗം കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിത്താം. ഓക്കെ, ബൈ. ഒന്നും പറയാൻ സമയമില്ല, ബാംഗ്ലൂർ പോവാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മളുടെ സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ബാഗ് എല്ലാം പാക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ബസ്സിന് കയറണം. അപ്പോൾ ഓക്കെ, കോഴിക്കോട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ടൈമില്ല അതുകൊണ്ടാണ്. ഓക്കെ, നേരം വഴിക്കണം. ട്രെയിൻ കിട്ടുമെന്ന് പോലും അറിയില്ല. ഓക്കെ, ബൈ. കാണാം. നമ്മളെങ്ങോട്ടാ പോണേ? കോഴിക്കോടോ? ശരിക്കും കൊടുക്ക പോണ്? ബാംഗ്ലൂർ. നമ്മളിപ്പോ ഫസ്റ്റ് റൗണ്ട് KSRTC കയറിയാണ്. കേൾക്കുണ്ടോ? KSRTC കയറിയാണ്. എവിടെ കയറിയണേ? KSRTC. മിന്നാജി പറഞ്ഞ അധികം വർത്താനം പറയിപ്പിച്ചെടുത്ത് അവന് വ്ളോഗിൽ വരാൻ മടിയാണ് പറഞ്ഞു. ചിരിക്കുന്നജ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടാണ്. അപ്പോൾ നോക്കാം, കോഴിക്കോട് എത്തിയിട്ടാണ് കാണാം. മിന്നാജ് എവിടെത്തി? കോഴിക്കോട്. നമ്മൾ കോഴിക്കോട് ബസ് ഇറങ്ങി. ഫുൾ റഷാണ്, തിരക്കാണ്. ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളെന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. നമ്മളെങ്ങോട്ടാ? ഇതികൂടെ ഇറങ്ങാം, ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, ഗൈസ്, നമ്മളിപ്പോൾ നേരെ KSRTC സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കണത്. 11:30 ട്രെയിൻ. ഇപ്പോൾ സമയം എത്രയായി? 9:30. 11:30 ഒരു ട്രെയിൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് പോകണോ അതോ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളെങ്ങനെയായാലും നാളത്തെ സൂര്യ ഉദയം ബാംഗ്ലൂരിലായിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഗൈസ്, നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് KSRTC അല്ലേ? KSRTC സ്വിഫ്റ്റ് അല്ലേ? ഇത് സ്വിഫ്റ്റ് ബസ്. കെഞ്ചി വരുന്നത് കിട്ടിയ സീറ്റാണ്. എനിക്ക് 31, ഇവന് 41 കുറച്ച് കഴിഞ്ഞിട്ട് മാറിയിരിക്കാന്ന് പറഞ്ഞു. നമുക്ക് ബാംഗ്ലൂർ വിശേഷങ്ങളിൽ കാണാം. ഓക്കെ ഗൈസ്, ഇവനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവൻ മിൻഹാജ്, എൻ്റെ ഫ്രണ്ട്. കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചതാണ് മിൻഹാജ്. അല്ലേ? ഭയങ്കര നാണക്കാരനാണ്. ഓക്കെ, ബൈ. ബാംഗ്ലൂർ എത്തിയിട്ടാണ്. ഇതൊരു ചൂടായി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ദ വേ നമ്മൾ ബാംഗ്ലൂർ പോകണം. എന്തിനാണ്? ബിരിയാണി ഉണ്ടാക്കാൻ. നമ്മളെ ഒത്നിക് പിടിച്ചു മാറ്റുമോ? അല്ല, ഒത്നിക് മലബാർ ഫർസിൻ്റെ മെയിൻ ഐറ്റം ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ ബാംഗ്ലൂർ പോണത്. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പോകണം നമ്മൾ ബാംഗ്ലൂരിൽ ബിരിയാണി ഉണ്ടാക്കാനാണ്. നമുക്ക് വെറും കാഴ്ചകളാണ്. അതൊരു കിടിലം അടിപൊളി വ്ളോഗായിരിക്കും ഫോർ ഷുവർ. ഓക്കെ ഗൈസ്, നമ്മളെ ബസ് എടുത്തിട്ടുണ്ട്. ബസ് എടുത്ത് അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക്, ഇപ്പോൾ സമയം എത്ര? 10:15. രാവിലെ 7 മണിക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തും. എവിടെ എത്തും? ബാംഗ്ലൂർ. കണ്ണും ചിമ്മിക്കാൻ കനവാണി ബാംഗ്ലൂർ രാവിലെ 7 മണിക്ക്. One eternity later. പിന്നെ മാറി
ഗൈസ് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് ഇപ്പോൾ ടൈം എന്തായി? കറക്റ്റ് 7 മണി ഷാർപ്പ്. KSRTC കറക്റ്റ് ടൈമിന് എത്തിച്ചാണ് 7 മണിക്ക്. നമ്മൾ ബാംഗ്ലൂര് മെട്രോ സ്റ്റേഷനിലാണുള്ളത്. കുറച്ച് ഉറങ്ങിയില്ല. ഇപ്പോൾ നമ്മളിതാ ബാഗൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഫ്രണ്ട്സിൻ്റെ റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ജേർണിയാണ്. സൂപ്പർ ജേർണിയാണ്. 2 സീറ്റ്. ഞങ്ങൾ ആദ്യം ഒരുമിച്ചായിരുന്നു, പിന്നെ അവിടെ മാറിയിട്ട് ഇപ്പം ബാക്കിൽ പോയിട്ട് ബാക്കിൽ പൊലം സെറ്റ് സീറ്റാണ് ബാക്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും മെട്രോ കയറാൻ പോവാണ്. അപ്പോൾ ഓക്കെ, റൂമിലെത്തിയിട്ട് കാണാം. അതോടുകൂടി ഈ വീഡിയോ അതിൻ്റെ പിന്നെ നമ്മൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും തിരിച്ചു വരും. ഓക്കെ ഗൈസ്, നമ്മളിവിടെ മെട്രോ കാത്തുനിൽക്കുകയാണ്. തണുപ്പുണ്ടോ? ശീതളുപ്പുണ്ട്, കുറച്ച് തണുപ്പുണ്ട്. നമ്മൾ അതുവരെ ബസ് ഫുൾ അടച്ചിട്ട് പെട്ടെന്ന് തന്നെ തണുപ്പ് കറങ്ങിയപ്പോഴേ ചെറുതായിട്ട് തണുപ്പുണ്ട്. കുഴപ്പമില്ല, ശീലകളും. നമ്മൾ പിന്നെ ചിൽപ്പിൽ പൈപ്പിലാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് 7 മണി 6 മെട്രോ സ്റ്റേഷൻ തന്നെ ആയിരിക്കും അല്ല പോവാറുള്ളത്. ഈ സൈഡ് ആ സൈഡാ അപ്പോൾ അതല്ല നമുക്ക് പോകേണ്ടത്. അതുകൊണ്ടല്ലേ ഈ സൈഡ് നിൽക്കണേ. അല്ല, ഈ സൈഡ് ഇനി ആ സൈഡാണെങ്കിലോ? ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം. നമുക്ക് അടുത്തൊന്നും അറിയില്ല. അല്ല, എത്തും, പക്ഷേ എപ്പോഴെത്താമെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ മെട്രോ വന്നിട്ടുണ്ട്. നമ്മൾ മെട്രോ കയറിയിട്ടുണ്ട്. ഇനി ഇറങ്ങിയിട്ട് നമുക്കൊരു എത്ര കിലോമീറ്റർ നടക്കണം? ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ നടക്കണം. ഇവിടെ എല്ലാവരും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും ഉണ്ടാക്കാം. ശ്രീ ബാലഗംഗാധരനാഥ സ്വാമിജി എവിടെത്തി? Station E, Sri Balagandadharanatha Swamiji Station, Hosahalli. నేను ఇస్తేసుకో కొసహళ్ళి పరే కన్నడ. నేను చెప్పండి ఏమండి మెట్రోమే ఆండి അടുത്ത സ്റ്റേഷനും ആണ്ടി. ചിത്രകണ്ട് വന്നേ. നമ്മൾ എത്ര ദിവസത്തിന് വന്നാലും ഡ്രസ്സ് കുറച്ചധികം എടുക്കണം. കാരണം എപ്പോഴാണ് എങ്ങനെ ഡ്രസ്സിൻ്റെ ആവശ്യം വരിക അറിയാൻ പറ്റില്ല. ക്ലോത്ത്സ് ആൻഡ് ഷെൽട്ടർ, ഫുഡ് മേടിക്കാൻ നമുക്ക് വേറെ മേടിക്കാമല്ലോ. അത് നമ്മളിവിടെ മേടിച്ച് നമ്മൾ ഇവിടുന്ന് യൂസ് ചെയ്ത് ഇവിടുന്ന് കളി. ഫുൾ യൂറോപ്യൻ സിസ്റ്റം നമ്മൾ, മനസ്സിലായില്ലേ? യൂസ് ആൻഡ് ത്രോ. അപ്പം ഇനി നമുക്ക് നമ്മളെ റൂം കണ്ടുപിടിക്കണം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ നടക്കേണ്ടറിഞ്ഞ്? 1 കിലോമീറ്റർ. ഓക്കെ, നോക്കാം. എത്താനായോ? കുറച്ചുകൂടി. ഇവിടെ വീടിൻ്റെ മുറ്റത്ത് കോലം. അല്ല, കോലല്ലേ? അത് കോലാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററും കൂടി ഉണ്ട് റൂമിക്ക്. 1 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. 1 കിലോമീറ്ററും കൂടി ഉണ്ട് റൂമിക്ക്. ഇവിടുത്തെ ഏരിയ കണ്ട് ഫുൾ സെറ്റപ്പ് റൂമിലാണ് തോന്നുന്നു കേട്ടോ. കാരണം ഫുൾ ഹൈടെക് ആൾക്കാരുള്ളതാ. ജാഗോറൊക്കെ ഉള്ള ഏരിയയിലാണ് ഇതുപോലെ റൂം എന്ന് തോന്നുന്നത്. ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു കാൽച്ചായ എടുക്കുന്നതാ. റൂം ഫുൾ സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ രാവ പകലാന്നും കൂടി അറിയില്ല. അത്രക്ക് ജനാലല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. നമ്മൾ റൂമിലെത്തിയിട്ട് കാണാം. ഗൈസ്, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ ചെക്കന്മാർ റൂം എത്തിയിട്ടുണ്ട്. ഇതാണ് റൂം. അപ്പം ഇനി റൂമിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇനി അടുത്ത വ്ളോഗിൽ വരും. ഇനിയുള്ള വ്ളോഗ് കിട്ടില്ലേക്കാം. പിന്നെ ഇനിയുള്ള വ്ളോഗെല്ലാം കിടുക്കാൻ വേണ്ടി സർമാണി വീഡിയോ കാരണം ഞാൻ പ്രതീക്ഷിക്കാം. ആരും കുഴപ്പമില്ലല്ലോ. അപ്പം ഇനി കാണാം റൂമിലെ വിശേഷങ്ങളും. ഓക്കേ, അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിരിക്കും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ട്, നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നല്ല മലബാറി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബിരിയാണി നമ്മൾ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കാനാണ് നമ്മൾ മലപ്പുറത്ത് ബാംഗ്ലൂർ വരെ വന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോ ഒരു കിട്ടില്ല വീഡിയോ ആയിരിക്കും. ഓക്കെ, വീണ്ടും ബൈ.